വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു LGS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചതും SCRT പാഠഭാഗത്ത് പഠിച്ചതുമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ അതിൽ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി SCRT പാഠഭാഗങ്ങളും ഹോട്ട് ടോപ്പിക്സിന്റെ പഠനവും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പഠനമൊക്കെ നല്ല റാങ്കുകളിൽ എത്താൻ നമ്മളെ സഹായിക്കുന്നു അല്ലെ. അപ്പൊ അതിൽ നമ്മൾ എന്ത് മാത്രമേ പഠിച്ചുള്ളൂ? GK പോർഷൻസ് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പൊ ഇന്ന് സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. LGS മോഡലാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? പഠിച്ചതല്ലേ മക്കളെ നമ്മൾ? ഏതാ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? സ്കർവി ആണ് അല്ലെ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. തെറ്റാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ശരിയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ശരിയാണ്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. അടുത്തത് നോക്കൂ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ഓർക്കണം. അടുത്ത ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിത ഗൃഹവാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. അടുത്തത് മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 27ാമത്തെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഈജിപ്ത് ആണ്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ് ആണ്. ഏതാണ് രോഗം? മങ്കി പോക്സ് ആണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഏതാണ്? കോൺവെക്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? ലാക്കസ് വെറിസ് ആണ്. എന്താണ്? ലാക്കസ് വെറിസ് ആണ് കേട്ടോ. അതായത് എന്താ പറയുന്നത്? ലാക്കസ് വെറിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വസന്തത്തിന്റെ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ, ലാക്കസ് വെറിസ് കേട്ടോ. ഇനി ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ജലത്തിന്റെ സാന്ദ്രത എത്രയാണ് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യമാണ് മുൻപ്. നോക്കൂ, മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന രാസമാറ്റം. മൊബൈൽ ആവുമ്പോ എന്താണ്? വൈദ്യുതിയാണ് കുത്തിവെക്കണേ അല്ലെ. ആ കുത്തിവെക്കുന്നത് ആ വൈദ്യുതി എന്നിട്ട് എന്തായി മാറാണ്? രാസോർജമാകുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഏതാണ് ചേർക്കുന്നത്? ഏതാ ചേർക്കണേ? സൾഫർ ചേർക്കുന്നു അല്ലെ. റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സൾഫർ ആണെന്ന് പറയും. അങ്ങനെ സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന ആ പ്രക്രിയക്ക് എന്താ പേരെന്നും ചോദിച്ചിട്ടുണ്ട്. വൾക്കനൈസേഷൻ എന്ന് പറയും. പഠിക്കണം കേട്ടോ. എന്താണ്? വൾക്കനൈസേഷൻ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനൈസിംഗ് പ്ലാന്റ് എവിടെയാണ്? സിക്കിമിലാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. ആരാണ്? ഒലിവർ ഡീമൻ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ് ആണ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയെ നമ്മൾ ഹീമോഫീലിയ പഠിച്ചൂലേ? രാജകീയ രോഗം എന്നറിയപ്പെടുന്നു അല്ലെ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? മാസത്തിൽ ഒരിക്കൽ രക്തം ദാനം ചെയ്യാം. തെറ്റാണ്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. അപ്പോ 2ഉം 3ഉമാണ് ശരി. ഒരു പ്രാവശ്യം
എത്ര എന്താ പറയാ രക്തം കൊടുക്കാൻ നമ്മള് 30 ml രക്തം കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. ഇനി രക്തം ദാനം ചെയ്യുന്നതിന് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം എപ്പോഴാ ചെയ്യാൻ പറ്റുക? മാസത്തിലൊരിക്കൽ പറ്റുമോ? ഇല്ല. 3 മാസം കഴിഞ്ഞ 3-4 മാസത്തിലൊരിക്കല് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ മക്കളെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വൈറ്റമിൻ എ അല്ലെ, കണ്ണിന് ആവശ്യമാണത് അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളാണ്. തെറ്റ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസ് ആണ്. ശരി. അപ്പൊ ഇനി ബാക്കി നോക്കേണ്ട കാര്യമില്ല അല്ലെ. അടുത്ത ചോദ്യം ഏതാ? ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിന്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലേക്കാൾ കൂടുതലാകുന്നത്? ഏതാണ്? ഇൻസുലിൻ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും കൊടുത്തിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായത് ഏതാണ്? ക്ഷയം, BCG ട്ടോ, അതാണ് ശരി. ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? മന്ത്രിമാരെയൊക്കെ നമ്മളിപ്പോ പഠിക്കില്ല, പുതിയത് വരാൻ പോവാണ് അല്ലെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ? ഏതാണ്? എയ്ഡ്സ് കേട്ടോ. എയ്ഡ്സ് ബോധവൽക്കരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അത് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? WHO ആസ്ഥാനം ജനീവ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? വൈറസ് ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ നമ്മള് എത്ര 83 തുടങ്ങി പഠിച്ചു അല്ലെ. അതായത് 17 ചോദ്യങ്ങള് 27 ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിക്കേണ്ടായി. 53 തൊട്ടല്ലേ പഠിച്ചേ? അപ്പൊ 27ഓളം ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പഠിച്ചത്. അപ്പോ നമ്മള് പറഞ്ഞു സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു, GKയുടെ ഭാഗത്ത് നിന്ന് പഠിക്കുന്നു, ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നു, SCERT പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ വളരെ നല്ലൊരു റാങ്കില് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കും. അതിന്റെ ഗൗരവത്തോടുകൂടി പഠിച്ച് മുന്നോട്ട് പോവുക. ടീച്ചറെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.